ഹായ് നമസ്കാരം. നീറ്റ് യു ജി 2025 ബേസിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് കംപ്ലീറ്റ് ഓൾ ഇന്ത്യയിലും കേരളയിലും ലഭിക്കുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് പറയുന്ന വീഡിയോ ആണ്. അപ്പം യൂസ്ഫുൾ ആയിട്ടുള്ളവർ മാക്സിമം എൻഡ് വരെ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കാം അറിയാം, നമുക്കിപ്പം നീറ്റ് യു ജിയുടെ ബേസിൽ MBBSും BDSും മാത്രമല്ല കോഴ്സുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. നിരവധി കോഴ്സുകളാണ് നീറ്റ് യു ജി സ്കോർ ഉപയോഗിച്ച് പലയിടത്തേക്കും അഡ്മിഷൻസ് വാങ്ങുന്നത്. അപ്പൊ നിങ്ങൾ ആ കോഴ്സുകളെ കുറിച്ച് അന്വേഷിക്കുക, അതേപോലെ സ്കോപ്പ് ഒക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻറോൾ ചെയ്യാവുന്നതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയുന്നത് നമ്മുടെ UG കൗൺസിലിംഗ് ആണ്. UG മെഡിക്കൽ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയുടെ കൗൺസിലിംഗ് പ്രൊസീജിയർ ആണ്. MCCയുടെ വെബ്സൈറ്റിൽ കയറിയാൽ, ഇത് ആയിട്ടില്ല ഉടനെ ആയാലും നമ്മൾ അപ്ഡേറ്റ് ഒക്കെ അറിയിക്കും. MCCയുടെ വെബ്സൈറ്റിൽ കയറിയാൽ എയിംസ്, ജിപ്മർ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കും അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ ഗവൺമെന്റ് കോളേജുകളിലെയും 15% ഓൾ ഇന്ത്യ കോട്ട സീറ്റ്സ് ഫോർ MBBS, BDS, BSc നഴ്സിംഗ്, ഇതിനു വേണ്ടിയുള്ള അഡ്മിഷനാണ് MCC കൗൺസിലിംഗ് വഴി നിങ്ങൾക്ക് ലഭിക്കുക. അപ്പൊ അവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എയിംസ്, ജിപ്മർ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് നിങ്ങൾ നോക്കുന്നതെങ്കിലും അതേപോലെ തന്നെ ഇന്ത്യയിലെ പല കോളേജുകളിലേക്കുമുള്ള 15%, ഇപ്പൊ കേരളത്തിൽ മാത്രമല്ല നിങ്ങൾക്ക് MBBS പഠിക്കാൻ സാധിക്കും. തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും ഒക്കെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അത് ഈ പറഞ്ഞ 15% സീറ്റുകളുടെ റിസർവേഷൻ ഉപയോഗിച്ചാണ്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതാണ് MCC കൗൺസിലിംഗ്. ഡേറ്റ് ആയിട്ടില്ല, ഉടനെ തന്നെ ആകും. ഇപ്പൊ നീറ്റിന്റെ സ്കോറും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ ഉടനെ തന്നെ കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, MBBSും BDSും അഡ്മിഷനും ഉണ്ടെന്ന് അറിയാം. നീറ്റ് സ്കോറിന്റെ ബേസിൽ BSc നഴ്സിംഗിന് അഡ്മിഷൻ ഉണ്ടോ MCC കോട്ട വഴി എന്നാണ്, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ കോട്ട വഴി നീറ്റിൽ, ദാറ്റ് ഈസ് നഴ്സിംഗിന് നീറ്റിന്റെ സ്കോർ വഴി അഡ്മിഷൻ ഉണ്ടോ എന്നുള്ളതാണ്. നഴ്സിംഗിലും ഓൾ ഇന്ത്യ കോട്ട വഴി അഡ്മിഷൻ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രധാന ഗവൺമെന്റ് കോളേജുകൾ നിങ്ങൾ ഈ കാണുന്ന ഗവൺമെന്റ് കോളേജുകളാണ്. ആലിയ ബായ് കോളേജ് ഓഫ് നഴ്സിംഗ്, കോളേജ് ഓഫ് നഴ്സിംഗ് ഭോപ്പാൽ, കോളേജ് ഓഫ് നഴ്സിംഗ് RML ഹോസ്പിറ്റൽ ന്യൂഡൽഹിയിലുള്ള ഹോസ്പിറ്റലാണ്. പിന്നെ BHU വാരണസിയിലെ കോളേജ് ഓഫ് നഴ്സിംഗ് ഉണ്ട്. ഫ്ലോറൻസ് നൈറ്റിംഗൽ ഡൽഹിയിലെ കോളേജ് ഓഫ് നഴ്സിംഗ് ഉണ്ട്. LHMC ന്യൂഡൽഹി ഉണ്ട്. അതേപോലെ സഫർജംഗ് ന്യൂഡൽഹി. ഇത്രയും ഹോസ്പിറ്റലുകളിലേക്ക് ഇത്രയും നഴ്സിംഗ് സീറ്റുകളും നിങ്ങൾക്ക് ഓൾ ഇന്ത്യ കോട്ട വഴി അവൈൽ ചെയ്യാവുന്നതാണ്. സോ ഫസ്റ്റ് നമ്മുടെ MCCന്റെ കൗൺസിലിംഗ് ആണ്. അവിടെ MBBS, BDS, BSc നഴ്സിംഗ് ആണ് നമുക്ക് കിട്ടുന്ന കോഴ്സുകൾ എന്ന് പറയുന്നത്. അപ്പൊ അത് അപ്ലൈ ചെയ്താൽ ഈ കോഴ്സുകളിലേക്കാണ് നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടുക. മറ്റൊന്ന്, നീറ്റിന്റെ സ്കോർ വഴി ഓൾ ഇന്ത്യയിലുടനീളമുള്ള വെറ്റിനറി കൗൺസിൽ, ദാറ്റ് ഈസ് വെറ്റിനറി കോളേജുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ MCCയിൽ രജിസ്റ്റർ ചെയ്ത പോലെ തന്നെ നിങ്ങൾ VCC എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ട്. ദാറ്റ് ഈസ് VCC അല്ല, VCI, വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയും. വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന വെബ്സൈറ്റിൽ കയറി VCയുടെ കൗൺസിലിംഗിൽ പങ്കെടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇന്ത്യയിലുടനീളമുള്ള വെറ്റിനറി കോളേജ്, അപ്പം ഓരോരുത്തരുടെ മാർക്ക് റേഞ്ച് നമുക്കറിയാലോ, അതനുസരിച്ചാണ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ താല്പര്യം MBBS അല്ല എനിക്ക് വെറ്റ് സർജൻ ആവാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് വെറ്റിനറി കൗൺസിലിംഗ് തന്നെയാണ്. അപ്പൊ ഇത് ഇന്ത്യയിലെ ഉടനീളമുള്ള എല്ലാ കോളേജുകളിലും വെറ്റിനറി കോഴ്സ് കിട്ടാനുള്ള, വെറ്റിനറി കോഴ്സ് എന്ന് പറയുമ്പോൾ മെയിൻലി നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട കോഴ്സ് BVSc ആണ്. BVSc ആൻഡ് AH, ആനിമൽ ഹസ്ബൻഡറി എന്ന് പറയും. ഇതാണ് നമ്മുടെ കോഴ്സിന്റെ പേരെന്ന് പറയുന്നത്. ഇതൊരു 4-4.5 വർഷത്തെ കോഴ്സാണ്. കേരളത്തിൽ 2 ഗവൺമെന്റ് വെറ്റിനറി കോളേജസ് ആണുള്ളത്. അതേപോലെ ഇന്ത്യയിലുടനീളം കോളേജുകളുണ്ട്. അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് VCI, വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യ വരുന്നത്. അതിന്റെയും കൗൺസിലിംഗ് ഡേറ്റ് ആയിട്ടില്ല, അതിനനുസരിച്ച് നമ്മൾ അറിയിക്കുന്നതാണ്. അടുത്തതാണ് ഓൾ ഇന്ത്യയിൽ കോട്ടയിൽ തന്നെ നിങ്ങൾക്ക് ആയുഷ് മെഡിക്കൽ കോഴ്സുകൾ എന്ന് പറയും. ആയുഷ് അഡ്മിഷൻ സെൻട്രൽ കൗൺസിലിംഗ് കമ്മിറ്റി എന്ന് പറയും. ദാറ്റ് ഈസ് AACCC എന്ന് പറയും. അപ്പൊ MCC പോലെ VCI പോലെയാണ് AACCC എന്ന് പറയുന്നത്. അപ്പം ആയുഷില് പ്രധാനമായിട്ടും ആയുർവേദ, ഹോമിയോപ്പതി, അതേപോലെ സിദ്ധ, യുനാനി പോലുള്ള കോഴ്സുകളിൽ ഇന്ത്യയിലുടനീളമുള്ള കോളേജുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കൗൺസിലിംഗ് കമ്മിറ്റിയാണ്. അതിന്റെ UG കൗൺസിലിംഗ് സ്കെഡ്യൂളും ആയിട്ടില്ല, ഉടനെ ആകും. അതിൽ പ്രധാനമായിട്ടും അവർ ഡിസ്കസ് ചെയ്യുന്ന കോഴ്സുകൾ എന്ന് പറയുന്നത്, ഒന്ന് ആയുർവേദിക് സയൻസ് ആണ്, BAMS ആണ്, ആയുർവേദിക് സർജറി ആണ്. മറ്റൊന്ന് സിദ്ധയുണ്ട്, യുനാനി ഉണ്ട്, ഹോമിയോപ്പതി ഉണ്ട്. പിന്നെ B Pharma in ആയുർവേദ എന്ന് പറയും. എന്ന് വെച്ചാൽ ആയുർവേദിക് ഫാർമസിയാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയും കോഴ്സുകളാണ് ആയുർവേദിക് കൗൺസിലിംഗ് വഴി, ആയുഷ് കൗൺസിലിംഗ് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇന്ത്യയിലുടനീളമുള്ള കോളേജുകളിലേക്ക് വരിക. അപ്പൊ ഇത്രയുമാണ് പ്രധാനമായിട്ടും കൗൺസിലിംഗ് കമ്മിറ്റിന്റെ ബേസിസിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നീറ്റ് സ്കോർ ഉപയോഗിച്ച് അഡ്മിഷൻ നേടാൻ പറ്റുന്ന കൗൺസിലിംഗ് കമ്മിറ്റികൾ എന്ന് പറയുന്നത്. അതെല്ലാവരും ശ്രദ്ധിക്കണം. മറ്റൊന്നാണ് AFMC ഉണ്ട്. AFMC കൂടി ഇതിൽ പറഞ്ഞേക്കാം. AFMC എന്ന് പറയുമ്പോൾ പൂനെയിലെ ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജുകളിലേക്ക് MBBSന്റെ അഡ്മിഷൻ നിങ്ങൾക്ക് ലഭിക്കുന്ന കോളേജാണ്.
കേണൽ റാങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറും അതേപോലെ തന്നെ ഒരു ലഫ്റ്റനന്റ് റാങ്കിൽ നിങ്ങൾക്ക് പഠിച്ചിറങ്ങാൻ പറ്റുന്നതാണ് AFMC MBBS എന്ന് പറയുന്നത്. പൂനെയിലാണ് MBBS കോഴ്സ് ഉള്ളത്. അപ്പൊ AFMCന്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പൂനെയിലേക്കുള്ള MBBS നീറ്റ് സ്കോർ സബ്മിറ്റ് ചെയ്ത് നിങ്ങൾക്ക് AFMC അപേക്ഷിക്കാം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നീറ്റ് സ്കോർ മാത്രമല്ല, നീറ്റ് സ്കോറിന്റെ ബേസിൽ അവരൊരു പട്ടിക തയ്യാറാക്കുകയും അതനുസരിച്ച് കുട്ടികളെ അങ്ങോട്ട് വിളിക്കുകയും അവിടെ നിങ്ങൾക്ക് ഇന്റർവ്യൂ റൗണ്ടും മറ്റൊരു എക്സാമും ഉണ്ടാകും. നിങ്ങളുടെ ജനറൽ ഇംഗ്ലീഷും ജനറൽ അവയർനെസ് ഒക്കെ തിരക്കാൻ വേണ്ടി നിങ്ങൾക്കൊരു ഇന്റർവ്യൂ റൗണ്ട്, അതേപോലെ CBT എക്സാം ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഫൈനൽ റൗണ്ട് ഒരു മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടായിരിക്കും. ഇതിൽ നിന്ന് കിട്ടുന്നവർക്കാണ് AFMCയിൽ സീറ്റ് ലഭിക്കുക. AFMC പോലെ തന്നെ നഴ്സിംഗിനും നീറ്റിന്റെ സ്കോർ പരിഗണിക്കാറുണ്ട്. അതാണ് മിലിറ്ററി നഴ്സിംഗ് സർവീസ് എന്ന് പറയുന്നത്. MNSന്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഔട്ട് ആയിട്ടുണ്ട്. ജോയിൻ ഇന്ത്യൻ ആർമി എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് MNSന്റെ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. MNSലും നീറ്റ് സ്കോർ, നീറ്റ് ക്വാളിഫൈ ചെയ്ത ആർക്കും MNSനും അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇന്ത്യയിലുടനീളമുള്ള ആർമി നഴ്സിംഗ് കോളേജുകളിൽ നിങ്ങൾക്ക് നഴ്സിംഗ് പഠിക്കാൻ സാധിക്കും. അപ്പൊ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ പോലെ ജോയിൻ ഇന്ത്യൻ ആർമി വെബ്സൈറ്റിലാണ് ഇത് രജിസ്റ്റർ ചെയ്യേണ്ടത്. രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ നിലവിൽ ഇപ്പൊ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് MNSന്റേതാണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം അവിടെയും ഇതേപോലെ നിങ്ങൾക്കൊരു നീറ്റ് ക്വാളിഫൈ ആർക്കും അപ്ലൈ ചെയ്യാം. അപ്പൊ ആ ക്വാളിഫൈ അതിന്റെ ബേസിൽ അവരൊരു എന്താണ് ഈ പറഞ്ഞ പോലെ കുറച്ച് സെലക്ടഡ് കാൻഡിഡേറ്റ്സിന്റെ ഒരു ലിസ്റ്റ് ഇടും. അതനുസരിച്ച് നമ്മൾ ഈ പറഞ്ഞ പോലെ ഡൽഹിയിൽ പോകണം. ഡൽഹിയിൽ പോയിട്ട് നമുക്ക് അത് കഴിഞ്ഞിട്ട് ഒരു CBT എക്സാം ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഒരു ഇന്റർവ്യൂ റൗണ്ട് ഉണ്ടായിരിക്കും, ഒരു മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഇത്രയും കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് CON, കോളേജ് ഓഫ് നഴ്സിംഗ്, ഈ പറഞ്ഞ പോലെ ആംഡ് ഫോഴ്സസ് നടത്തുന്ന കോളേജ് ഓഫ് നഴ്സിംഗ് കോളേജുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുക. ഇതും നീറ്റ് സ്കോറിന്റെ ബേസിൽ തന്നെയാണ്. പക്ഷെ ഇത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള അതോറിറ്റികൾ നടത്തുന്നതാണെന്ന് മാത്രം. AFMC ഇൻഡിപെൻഡന്റ് ആയിട്ട് ആം ഫോഴ്സ് മെഡിക്കൽ സർവീസ് നടത്തുന്നതാണ്. അതേപോലെ തന്നെ മിലിറ്ററി നഴ്സിംഗ് സർവീസും ഇന്ത്യൻ ആർമിയുടെ കീഴിലുള്ള കോളേജുകളിലേക്ക് നടത്തുന്നതാണ്. നമ്മൾ നേരത്തെ കണ്ടത് മെഡിക്കൽ കൗൺസിലിംഗ് ഓഫ് ഇന്ത്യ, വെറ്ററിനറി കൗൺസിലിംഗും ആയുഷും, അത് നമ്മുടെ സെൻട്രൽ നടത്തുന്ന ഇതുമാണ്, ശ്രദ്ധിക്കണം. മറ്റൊന്ന്, നീറ്റിന്റെ സ്കോർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഓൾ ഇന്ത്യയിൽ പ്രവേശിക്കാൻ സാധ്യമാകുന്ന മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോളേജാണ് ജിപ്മർ എന്ന് പറയുന്നത്. ജിപ്മറിലെ MBBS നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ജിപ്മറിലെ MBBS എന്ന് പറയുന്നത് MCയുടെ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കൗൺസിലിംഗ് വഴിയാണ് ശരിക്കും ജിപ്മറിൽ നിങ്ങൾക്ക് MBBS കിട്ടുക. ഇവിടെ നിങ്ങൾ നോക്കുന്നത് ജിപ്മറിൽ നിങ്ങൾക്ക് ജിപ്മറിന്റെ സൈറ്റിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ജിപ്മറിൽ BSc നഴ്സിംഗും AHS കോഴ്സ്, അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകൾ എന്ന് പറയും. ഈ കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് ജിപ്മറിന്റെ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത്, ഇപ്പൊ നീറ്റിന്റെ സ്കോർ അനുസരിച്ചാണ് അവർ റാങ്ക് ലിസ്റ്റ് പുറപ്പെടുവിക്കുക. ഓപ്പൺ കൗൺസിലിംഗ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ കട്ട് ഓഫ് പ്രൊഡിക്ട് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അവിടെ എത്ര പേര് രജിസ്റ്റർ ചെയ്യുന്നു അതനുസരിച്ചാണ് അവരുടെ റാങ്ക് ലിസ്റ്റ് ഇടുക. ആദ്യത്തെ സെലക്ടഡ് ആയിട്ടുള്ള 180ഓളം സീറ്റുകളാണ് അവിടെ ഉള്ളത്. അപ്പൊ കാറ്റഗറി പരിഗണിച്ച് 181 സീറ്റുകളാണ് അവർ സാധാരണ ഫില്ല് ചെയ്യാറുള്ളത്. അതിൽ ഫീമെയിൽ നഴ്സിംഗിന് 85 സീറ്റുകളും മെയിൽ നഴ്സിംഗിന് 9 സീറ്റുകളുമാണ് ഉള്ളത് BSc നഴ്സിംഗ് കോഴ്സുകളിൽ. പിന്നെ അലൈഡ് ഹെൽത്ത് കോഴ്സുകളിൽ മൊത്തം 87 സീറ്റുകളാണുള്ളത്. അതിൽ MLT ഉണ്ട്, അതേപോലെ അനസ്തീഷ്യ ടെക്നോളജി ഉണ്ട്, ഒപ്റ്റോമെട്രി ഉണ്ട്, കാർഡിയാക് ലാബോറട്ടറി ടെക്നോളജി ഉണ്ട്, ഡയാലിസിസ് തെറാപ്പി ടെക്നോളജി ഉണ്ട്, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ഇൻ ബ്ലഡ് ബാങ്കിങ് ഉണ്ട്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഈ പാരാമെഡിക്കൽ കോഴ്സുകളിലൊരു പ്രൈം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ശരിക്കും ജിപ്മർ എന്ന് പറയുന്നത്. തോന്നുന്നില്ല, ആണ്. മെഡിക്കൽ റേഡിയോളജി ഇമേജിംഗ് ടെക്നോളജി അത്യാവശ്യം നല്ല സ്കോപ്പ് ഉള്ളതാണ്. ന്യൂറോ ടെക്നോളജി ഉണ്ട്, ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി ഉണ്ട്, പെർഫ്യൂഷൻ ടെക്നോളജി ഉണ്ട്, റേഡിയോ തെറാപ്പി ടെക്നോളജി ഉണ്ട്. അപ്പൊ ഇത്രയും കോഴ്സുകൾ, അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളും നീറ്റ് സ്കോർ വഴി നിങ്ങൾക്ക് ജിപ്മറിന്റെ ഇൻഡിപെൻഡന്റ് വെബ്സൈറ്റിൽ പോയി രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് കൗൺസിലിംഗിൽ പങ്കെടുത്ത് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്രയുമാണ് നമുക്ക് നിലവിൽ ഓൾ ഇന്ത്യയിൽ എല്ലാ, അതായത് കേരളത്തിന് പുറത്ത് ഇൻക്ലൂഡിംഗ് ആയിട്ട് കേരളത്തിന് പുറത്തുള്ള കോളേജുകളിൽ നമുക്ക് നീറ്റിന്റെ സ്കോർ സബ്മിഷൻ വഴി സബ്മിറ്റ് ചെയ്യാമെങ്കിൽ നമുക്ക് പ്രവേശിക്കാൻ പറ്റുന്ന കോഴ്സുകൾ എന്ന് പറയുന്നത് എല്ലാം പറയുന്നത് ഗവൺമെന്റ് കോളേജസ് ബേസ്ഡ് ആണ്. ഗവൺമെന്റ് കോളേജസ് ആണ് മെയിൻലി നമ്മൾ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് കീം ഓഫ് കോഴ്സ് നമ്മുടെ കേരളത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കറിയാം 85% MBBS സീറ്റുകളും BDS സീറ്റുകളുമാണ് കേരളത്തിൽ ഓൾ ഇന്ത്യ കോട്ട മാറ്റി കേരളത്തിലെ സ്റ്റുഡൻസിന് വേണ്ടി മാത്രം, കേരളത്തിൽ നേറ്റീവ് ആയിട്ടുള്ളവർക്ക് വേണ്ടി റിസർവ് ചെയ്തിട്ടുള്ളത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് CE കേരള കീം കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന് പറയും. കീം കാൻഡിഡേറ്റ് പോർട്ടലിൽ പ്രവേശിക്കുക. കീം കാൻഡിഡേറ്റ് പോർട്ടലിൽ നീറ്റ് സ്കോർ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അതിനായിട്ടില്ല, അതുടനെ ആകും. അപ്പൊ ആ സമയം നമ്മൾ നീറ്റ് സ്കോർ സബ്മിറ്റ് ചെയ്യണം. നീറ്റ് സ്കോർ സബ്മിറ്റ് ചെയ്തതിനു ശേഷം അവർ റാങ്ക് ലിസ്റ്റ് പുറപ്പെടുവിക്കും. ഈ റാങ്ക് ലിസ്റ്റിന്റെ ബേസിലാണ് നമ്മുടെ അലോട്ട്മെന്റ് വരിക. ഫസ്റ്റ് അലോട്ട്മെന്റ് ഉണ്ടാകും, സെക്കൻഡ് അലോട്ട്മെന്റ് ഉണ്ടാകും, തേർഡ് അലോട്ട്മെന്റ് ഉണ്ടാകും. അതിനുശേഷം സ്ട്രേ വേക്കൻസി ഫില്ലിംഗ് റൗണ്ടുകളും ഉണ്ടായിരിക്കും. ഇങ്ങനെയാണ് നടത്തുക. അപ്പൊ അതിലൊന്നെന്ന് പറയുന്നത് MBBSഉം BDSന്റെയുമാണ്. MBBSഉം BDSഉം ഒരു സിംഗിൾ അലോട്ട്മെന്റ് വിൻഡോയിലൂടെയാണ് നടത്തുന്നത്. അപ്പൊ കേരളത്തിലുള്ള MBBS കോളേജസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. TD മെഡിക്കൽ കോളേജ് ആലപ്പുഴ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എറണാകുളം, GMC ഇടുക്കി, കോഴിക്കോട്, കൊല്ലം, കണ്ണൂർ, കോട്ടയം, മഞ്ചേരി, പാലക്കാട്, കോന്നി,
തൃശ്ശൂർ, തിരുവനന്തപുരം ഇത്രയും ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളാണ്. പിന്നെ അതേപോലെ തന്നെ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൾപ്പെടെയുള്ള പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളുമുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഓപ്ഷന്റെ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഈ കോളേജുകളെല്ലാം വെക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഡെന്റൽ കോളേജുകളുമുണ്ട്. ഡെന്റൽ കോളേജുകൾ ഗവൺമെന്റിൽ കേരളത്തിൽ വളരെ കുറവ് ഡെന്റൽ കോളേജസ് മാത്രമേ ഉള്ളൂ. കോഴിക്കോട്, കണ്ണൂർ, കോട്ടയം, തൃശ്ശൂർ, ട്രിവാൻഡ്രം, ആലപ്പുഴ ഇത്രയും ഡെന്റൽ കോളേജുകളാണുള്ളത്. ഡെന്റലിൽ ഒരുപാട് പ്രൈവറ്റ് കോളേജുകളും ഉണ്ട്. റാങ്ക് ഒക്കെ നോക്കി നിങ്ങൾക്ക് റാങ്ക് ക്രൈറ്റീരിയ ഒക്കെ നോക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും നല്ലൊരു കോളേജ് ചൂസ് ചെയ്യാം. ഡെന്റലിൽ സാധാരണ BDSന് കട്ട് ഓഫ് വളരെ കുറവായിരിക്കും, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ബാക്കി ഗവൺമെന്റ് BDSനും MBBSനും കട്ട് ഓഫ് അത്യാവശ്യം കൂടാറുള്ളതാണ്. അപ്പൊ ഇതാണ് MBBS BDS കോഴ്സുകളിലേക്ക് കീമിന്റെ അലോട്ട്മെന്റിന്റെ ബേസിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന നീറ്റ് സ്കോർ സബ്മിഷൻ വഴി നിങ്ങൾക്ക് ലഭിക്കുന്ന കോഴ്സുകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മുടെ അലൈഡ് കോഴ്സുകളാണ്, മെഡിക്കൽ അലൈഡ് കോഴ്സുകളാണ്. അതിന് സെപ്പറേറ്റ് അലോട്ട്മെന്റ് ആണ്. മെഡിക്കൽ അലൈഡ് കോഴ്സുകളിൽ ഏതൊക്കെയാണ് നിങ്ങളുടെ നീറ്റ് സ്കോർ വഴി കേരളത്തിലെ വിവിധ കോളേജുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ളതെന്നാണ്. ഇതും കൂടെയാണ് നമ്മൾ ഇനി പറയുന്നത്. ലാസ്റ്റ് ആണ്, ശ്രദ്ധിക്കുക. അതിലൊന്ന് ബിടെക് ബയോടെക്നോളജി ആണ്. ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ബിടെക് ബയോടെക്നോളജി ഒരു കോളേജിനാണ്, ഗവൺമെന്റ് കോളേജാണ്. വെള്ളായണി ട്രിവാൻഡ്രത്തുള്ള കോളേജ് ഓഫ് അഗ്രികൾച്ചറിലാണ് ബിടെക് ബയോടെക്നോളജി ഉള്ളത്. അതുപോലെ ഹോണസ്റ്റ് ഇൻ അഗ്രികൾച്ചർ ഉണ്ട്. ഇത് ഇന്ത്യയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ കീമ് വഴി നിങ്ങൾക്ക് അഗ്രികൾച്ചറിന് അപ്ലൈ ചെയ്യാം. അതിന് നീറ്റിന്റെ സ്കോറാണ് ആവശ്യം. ഓൾ ഇന്ത്യ അഗ്രികൾച്ചറിന് അപ്പിയർ ചെയ്യാൻ വേണ്ടി CUET എന്നൊരു എക്സാം ആണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പം ക്യുവറ്റ് ആസ്പിറൻസ് ഉണ്ടെങ്കിൽ, അപ്പം നീറ്റ് അഗ്രികൾച്ചർ കിട്ടാൻ വേണ്ടിയാണ് നീറ്റ് എഴുതുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട പരീക്ഷ CUET ആണ്, നീറ്റ് എക്സാം അല്ല. അപ്പം നീറ്റ് എക്സാമിന്റെ ബേസിൽ നിങ്ങൾക്ക് കേരളത്തിൽ ട്രിവാൻഡ്രം അഗ്രികൾച്ചർ കോളേജിലും തൃശ്ശൂർ ഹോർട്ടിക്കൾച്ചർ കോളേജിലും കാസർഗോഡ് അഗ്രികൾച്ചർ കോളേജും വയനാട് അഗ്രികൾച്ചർ കോളേജുകളിലും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതാണ്. ഇതൊക്കെയാണ് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. അപ്പൊ അഗ്രികൾച്ചർ മൊത്തം 4 കോളേജുകളാണ് ഗവൺമെന്റ് ഉള്ളത്. നീറ്റ് സ്കോർ സബ്മിഷൻ വഴി നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ നേടാം. മറ്റൊന്ന് കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ആണ്. കോളേജ് ഓഫ് കോർപ്പറേഷൻ ബാങ്കിങ് മാനേജ്മെന്റ്, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, തൃശ്ശൂരുള്ള ഒരു കോളേജാണത്. അവിടെയും ഇതേപോലെ നീറ്റ് സ്കോർ വഴി നിങ്ങൾക്ക് പ്രവേശിക്കാവുന്നതാണ്. പിന്നെ ഒന്ന് ഫിഷറീസ് ആണ്. ഫിഷറീസിന് 2 കോളേജുകളാണ് കേരളത്തിലുള്ളത്. അതും ഗവൺമെന്റ് കോളേജുകൾ തന്നെയാണ്. ഒന്ന് പനങ്ങാടും മറ്റൊന്ന് പയ്യന്നൂരുമാണ്. അവിടെയും നിങ്ങൾക്ക് ഫിഷറീസ് അഡ്മിഷൻ കിട്ടും. നല്ല കോളേജുകളാണ്. ഫോറസ്ട്രിയിൽ തൃശ്ശൂർ മാത്രമേ ഉള്ളൂ ഫോറസ്ട്രി ഉള്ളത്. മറ്റൊന്ന് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെന്റൽ സയൻസ് ആണ്. അതും തൃശ്ശൂരിലെ കേരള കോളേജ് ഓഫ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അണ്ടറിലുള്ള ഗവൺമെന്റ് കോളേജ് തന്നെയാണ്. BHMS ഹോമിയോപ്പതിയാണ്. ഹോമിയോപ്പതിയിൽ നിങ്ങൾ ഈ കാണുന്ന ഗവൺമെന്റ് ഹോമിയോപ്പതിക് കോളേജുകളുമുണ്ട്. അതിൽ ഏറ്റവും നല്ല കോളേജ്, ഏറ്റവും ടോപ്പ് റാങ്കിൽ വരുന്ന കോളേജ് കോഴിക്കോടാണ്. ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ് കോഴിക്കോടാണ്. ബാക്കി കോളേജുകളും ഉണ്ട്. മൊത്തം ഹോമിയോപ്പതിക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ ഹോമിയോപ്പതി കോഴ്സ് നിങ്ങൾക്ക് നീറ്റ് സ്കോർ കീമിലൂടെ സബ്മിറ്റ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. മറ്റൊന്ന് ആയുർവേദയാണ്. ആയുർവേദയ്ക്ക് ഗവൺമെന്റ് കോളേജുകളുമുണ്ട്, പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുമുണ്ട്. അപ്പൊ ഗവൺമെന്റ് കോളേജസ് ഈ കാണുന്ന 5 കോളേജുകളാണ്. പരിയാരത്തും കോട്ടക്കലും ഒല്ലൂരും തൃപ്പൂണിത്തുറയും ട്രിവാൻഡ്രത്തുമുള്ള ആയുർവേദ കോളേജുകളാണ് നിങ്ങൾക്ക് ഗവൺമെന്റ് കോട്ടയിൽ വരിക. മറ്റൊന്ന് സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണ്. അതും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഈ കാണുന്ന സെൽഫ് ഫിനാൻസിങ് ആയുർവേദ കോളേജുകളുണ്ട്, BAMS. മറ്റൊന്ന് ഏറ്റവും ഡിമാൻഡ് ആയിട്ടുള്ള കീമ് വഴി നീറ്റ് സ്കോർ സബ്മിറ്റ് ചെയ്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ കയറുന്ന മറ്റൊരു കോഴ്സാണ് BVSC എന്ന് പറയുന്നത്, വിച്ച് ഇസ് വെറ്റിനറി. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അത് ഓൾ ഇന്ത്യയുടെ വെറ്റിനറി ആണ് പറഞ്ഞത്. കേരള വെറ്റിനറി എന്ന് പറയുന്നത് ഒന്ന് മണ്ണുത്തിയിലുള്ള കോളേജും മറ്റൊന്ന് വയനാടുള്ള കോളേജുമാണ്. അപ്പം ഇവിടെയും ഇതേപോലെ അത്യാവശ്യം നല്ല റാങ്ക് പിടിക്കത്തുമുള്ള 2 കോളേജുകളാണ് വെറ്റിനറി സയൻസിന്റെ അണ്ടറിൽ വരിക. അപ്പോൾ വെറ്റിനറി സയൻസ് നിങ്ങൾക്ക് നീറ്റ് സ്കോർ സബ്മിഷൻ വേണ്ടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. മറ്റൊന്ന് യുനാനിയാണ്. യുനാനിയും അതേപോലെ സിദ്ധയുമാണ്. അപ്പൊ ഇത്രയുമാണ് പ്രധാനമായിട്ടും നീറ്റ് സ്കോറുകൾ വഴി നമ്മൾക്ക് സാധാരണ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള, ഇന്ത്യയിലും ദാറ്റ് ഈസ് ഇന്ത്യൻ അണ്ടറിൽ തന്നെയുള്ള കേരളയിലും അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകൾ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് കൗൺസിലിംഗ് വഴി ലഭിക്കും, MNS വഴി ലഭിക്കും, AFMC വഴി ലഭിക്കും, ജിപ്മർ വഴി ലഭിക്കും. സിമിലർലി ഈ പറഞ്ഞ കേരളത്തിലെ അലോട്ട്മെന്റ് വഴി നിങ്ങൾക്ക് നീറ്റ് സ്കോർ. അപ്പൊ ഇത്രയും വാസ്റ്റ് വെറൈറ്റി ഓഫ് കോഴ്സുകൾ നിങ്ങൾക്കുണ്ട്. അപ്പൊ നിങ്ങൾ ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് സ്കോപ്പ് ഉണ്ടെന്ന് തോന്നുന്നത് നിങ്ങൾ ചൂസ് ചെയ്യുക. ഇനി അഥവാ അല്ല എന്നുള്ളതെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി ഒരു ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. എല്ലാം നിങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കി മാത്രം പ്ലാൻ ചെയ്യുക. സോ ഓൾ ദ വെരി ബെസ്റ്റ്. കൂടുതൽ അപ്ഡേറ്റ്സ് വേണ്ടി ഇനിയും കാണാം. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിനനുസരിച്ച് നമുക്ക് കോളേജുകളൊക്കെ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഓൾ ദ വെരി ബെസ്റ്റ്.